ഗവർണറുമായുള്ള വിയോജിപ്പുകൾക്കിടയിലും മാസിക പ്രകാശനത്തിനായി മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി. വിവാദമായ ഭാരതാംബ ചിത്രം വേദിയിൽ നിന്ന് ഒഴിവാക്കിയാണ് ഗവർണർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന മാസികയിലെ അഭിപ്രായങ്ങൾ സർക്കാരിന്റേതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ പതിപ്പിലെ ആർട്ടിക്കിൾ 200മായി ബന്ധപ്പെട്ട ലേഖനത്തിലെ ഉള്ളടക്കവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. വേദിയിൽ ദേശീയ പതാകയും നിലവിളക്കും മാത്രം. വിവാദമായ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമില്ലാത്ത വേദിയിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചാനയിച്ച് ഗവർണർ. ചാൻസലർ നിയമനത്തിലും ബില്ലുകൾ ഒപ്പിടുന്നതിലെ കാലതാമസത്തിലും തട്ടിയുലഞ്ഞ സൗഹൃദം വീണ്ടും പുതുക്കി. ചിരിച്ചും പറഞ്ഞും മുഖ്യമന്ത്രിയും ഗവർണറും. ശേഷം ശശി തരൂർ എംപിക്ക് ആദ്യ കോപ്പി കൈമാറി രാജ്ഭവന്റെ ത്രൈമാസിക രാജഹംസത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിച്ചു. തുടർന്ന് നടത്തിയ പ്രസംഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനം. ഇതിൽ ഭരണഘടനയുടെ 200ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200. തുടർന്ന് സംസാരിച്ച ഗവർണർ പക്ഷേ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകിയില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. മീഡിയ 1 തിരുവനന്തപുരം.